നോ വി ഹാവ് എ പെർഫെക്റ്റ് മാനേജ്മെന്റ്. 4 കാശ് കൂടുതൽ കിട്ടിയാൽ സ്വന്തം തന്തയെ വരെ തൂക്കി വെക്കാൻ മൈൻഡ്സ് ഉള്ള പെർഫെക്റ്റ് മണി മൈൻഡഡ് മാനേജ്മെന്റ്. 10 വാങ്ങിയാൽ അത് 20 വിൽക്കണം എന്ന ചന്ത നിയമം നന്നായിട്ട് നടപ്പിലാക്കുന്ന നമ്മുടെ സ്വന്തം മാനേജ്മെന്റ്. കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ നടപടിക്രമങ്ങളെക്കുറിച്ച് ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വൃത്തികേടാവുന്നത് കൊണ്ട് തന്നെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ സ്വന്തമാക്കിയ മികച്ച യുവതാരങ്ങളിൽ ഒരാളായിട്ടുള്ള ബികാഷ് സിംഗ് സഗോൽഷത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ലോൺ ഔട്ട് ചെയ്ത് ലോൺ ഫീ വാങ്ങിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. മുഹമ്മദ് അൻസിന് വേണ്ടി വളരെ മികച്ച പ്രകടനം കഴിഞ്ഞ തവണ ലോണിൽ വിട്ടപ്പം ബികാഷ് സിംഗ് സഗോൽഷം നടത്തിയിട്ടുണ്ട്. മുഹമ്മദ് അൻസിനെ കഴിഞ്ഞ സീസണിൽ ഐ ലീഗ് ചാമ്പ്യന്മാരാക്കുന്നതിൽ വളരെ നിർണായകമായിട്ടുള്ള പങ്ക് ഈ യുവ ബ്ലാസ്റ്റേഴ്സ് താരം നടത്തിയിട്ടുണ്ട്. അപ്പം ലോൺ ഡ്യൂറേഷൻ തീർന്ന ശേഷം മുഹമ്മദ് അൻസ് താരത്തിനെ സൈൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് പ്രകടിപ്പിച്ചെങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുകൊടുത്തില്ല. പകരം അദ്ദേഹത്തിനെ തിരികെ വിളിച്ച ശേഷം ഇപ്പം ലോൺ സ്പെല്ലിൽ ഐ ലീഗിലേക്ക് വിൽക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിര മര്യാദയ്ക്ക് ഹോൾഡ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം ഇപ്പോഴും ചോദ്യചിഹ്നമായി നിൽക്കുമ്പം വേണമെങ്കിൽ പരീക്ഷിച്ച് വിജയിക്കാൻ കഴിയുന്ന പ്രൊഡക്റ്റുകളിൽ ഒരാളായിട്ടുള്ള ബികാഷ് സിംഗ് സഗോൽഷത്തിനെ ലോൺ ഫീ വാങ്ങിച്ച് പണയത്തിൽ വിടാൻ ഈ മാനേജ്മെന്റിനെ കൊണ്ടല്ലാതെ വേറെ ആരെ കൊണ്ടും പറ്റത്തില്ല. നമ്മുടെ സ്വന്തം മാനേജ്മെന്റ്. നിങ്ങൾക്ക് നൗറം മൊഹസിന്റെ കഥ അറിയാവോ? ഇതുപോലെ തന്നെ വെറുതെ കരയ്ക്ക് വെച്ചിട്ട് ലോൺ ഔട്ട് ചെയ്ത ശേഷം വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഈസ്റ്റ് ബംഗാളിന്റെ ഐക്കണായി മാറാൻ നൗറം സിംഗ് മഹേഷിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത നൗറം മഹേഷ് സിംഗ് ആയിരിക്കും ബികാഷ് സിംഗ് സഗോൽഷം. കാരണം എനിക്ക് താരത്തിന്റെ പ്രകടനത്തിന് വളരെയധികം വിശ്വാസമുണ്ട്. ബ്ലാസ്റ്റേഴ്സ് നിങ്ങൾ ആളിനെ ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ടെങ്കിലും വിടണം. അപ്പം അവസരങ്ങൾ കൊടുക്കാതെ ഒരുത്തനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് ലോണിൽ വിടുക, ഇത് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടൊന്നും ആയിരിക്കത്തില്ല. നന്ന ലോൺ ഫീ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ലോണിൽ വിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എങ്ങനെയെങ്കിലും പേഴ്സണലെ പണം വർദ്ധിപ്പിക്കുക എന്ന് മാത്രമേ ഈ മാനേജ്മെന്റിന് ചിന്തയുള്ളൂ എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണം അല്ലേടെ ഇത്. റെക്കോർഡ് ട്രാൻസ്ഫർ ഫീസ് വാങ്ങിച്ച് ജീക്സനെ വിറ്റ് തുളച്ചിട്ട് പകരം ഒരു റീപ്ലേസ്മെന്റ് വന്നിട്ടില്ല. ഇനിയിപ്പം പൂടകൾക്കൊക്കെ സന്തോഷിക്കാനും സ്റ്റാറ്റസ് ഇടാനും ഒരു സാധനം വരും. ഞാനും നമ്മുടെ പിള്ളേരുടെ സന്തോഷത്തിന് വേണ്ടി ഞാനും ഇടയ്ക്കിടയ്ക്ക് തള്ളാറൊക്കെ ഉണ്ട്. ബട്ട് ഈ മാനേജ്മെന്റിന്റെ ഉദ്ദേശശുദ്ധിയിൽ ഒട്ടും വിശ്വാസമില്ല.